ഹലോ ഗായ്സ്, എന്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു കാര്യമെങ്കിലും കുറ്റം പറയാമെന്ന് വിചാരിച്ചിറങ്ങിയപ്പോ നല്ല മഴയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോവുകയായിരുന്നു കേട്ടോ. അപ്പോഴാണ് ദൈവന്മാരുടെ അറിവ് ഇടതുവശത്തു കൂടി ഓവർടേക്ക് ചെയ്യുന്നതേ തെറ്റി. പോരാത്തതിന് വലതുവശത്തേക്ക് ചെറിയൊരു തിരിച്ചിടും. എന്താ ഇതിനൊക്കെ പറയാ? അവന്മാര് പോണ പോക്കിലെ പോട്ടെ എന്നും പറഞ്ഞ് ഞാൻ മഴയെ ആസ്വദിച്ച് പിന്നെയും മുന്നോട്ട്. ആസ്വാദനം നീണ്ടു നിന്നില്ല. അവന്മാരിതാ പിന്നെയും വരും. ഈ സ്പീഡ് കഴിഞ്ഞതിന് ശേഷം ഇവിടെയും ആശാന്മാർ ഇടത് സൈഡിലൂടെ തന്നെയാണ് യാത്ര. എന്റെ പുറകിൽ വന്നു ഹോണടിച്ചു കഴിഞ്ഞാൽ ഞാൻ മാറിക്കൊടുക്കുമല്ലോ. പക്ഷേ അവർക്ക് ഇടതിൽ സൈഡിലൂടെ മാത്രം യാത്ര ചെയ്യാനാണ് താല്പര്യമെന്ന് തോന്നുന്നു. പോരാത്തതിന് MLA വണ്ടി കൂടി. എന്ത് MLA അല്ലേ? എന്നിട്ടും ആശാന്മാർ നിർത്തിയിട്ടില്ല കേട്ടോ. അങ്ങോട്ട് നോക്കിയേ, പ്രോ ഡ്രൈവേഴ്സിനെ പോലെ ഇടയിലൂടെ കടന്നു പോകുന്നത്. പൊന്നു ബ്രോ, ആ ഓട്ടോച്ചേട്ടന്മാരങ്ങാനും ഇൻഡിക്കേറ്റർ ഇട്ടാത് തിരിഞ്ഞാൽ കഴിഞ്ഞു കേട്ടോ. അനുഭവം കൊണ്ട് പറയാ. ഇവിടെയെങ്കിലും അവര് വലതുവശത്തു കൂടെ ഓവർടേക്ക് ചെയ്തല്ലോ. സമാധാനം. എപ്പ സമാധാനമായിട്ട് പോകുമ്പോഴും ഇതുപോലത്തെ വല്ല വള്ളി കയറി വരും. ഈ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുന്ന ടീമുകളോട് എന്ത് പറയാനാ? അതുകൊണ്ട് വീണ്ടും മുന്നോട്ട്. നമ്മുടെ നാട്ടിലുള്ളവർക്ക് ഇൻഡിക്കേറ്റർ എന്തിനാണെന്നോ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടെന്നോ അറിയില്ല എന്ന് തോന്നുന്നു. ഈ കാറുകാരൻ അദ്ദേഹം തിരിയാൻ വേണ്ടി നിന്നതാണോ അതോ ബൈക്കുകാരന് വേണ്ടി നിർത്തിയതാണെന്നോ ആദ്യം മനസ്സിലായില്ല. പിന്നെയാണ് മനസ്സിലായത് പെട്രോൾ പമ്പിലേക്ക് കയറാനാണ് എന്ന്. എന്നെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ എന്റെ വീഡിയോസ് കാണുന്ന ആ കുറച്ചു പേരുണ്ടല്ലോ, അവരോടാണ് പ്ലീസ്, നിങ്ങളെങ്കിലും ഒരു ഭാഗത്തേക്ക് തിരിയുമ്പോൾ ഇടതായിക്കോട്ടെ വലതായിക്കോട്ടെ ആ ഇൻഡിക്കേറ്റർ ഒരു 10 മീറ്റർ മുന്നേ എങ്കിലും ഓൺ ആക്കി ഇടുവാൻ ശ്രദ്ധിക്കുക. ഓക്കെ? ഇൻഡിക്കേറ്ററിന്റെ കാര്യം വന്നപ്പോൾ ഈ ചേട്ടന്റെ കാര്യം പറയാതിരിക്കാൻ വയ്യ. ഇതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് കേട്ടോ. ഇൻഡിക്കേറ്റർ ഇടുന്നതിനും തിരിയുന്നതിനും ഒക്കെ മുൻപ് നമുക്ക് പോകേണ്ട ഭാഗത്തേട്ട് കുറച്ചൊന്ന് അടുപ്പിച്ചാൽ അത്രയും നല്ലതാണ്. പിറകിൽ വരുന്ന വണ്ടികൾക്ക് അപകട സാധ്യത കുറവാണ്. അടുത്ത കഥയിലെ നായകന്മാർ ഇവരാണ്. എന്താണ് സംഭവം എന്ന് മനസ്സിലായി കാണുമല്ലോ. രണ്ടുപേർക്കും ഹെൽമറ്റുമില്ല. പോരാത്തതിന് അവർ വാഹനം ഓടിക്കുന്ന രീതി കണ്ടോ നിങ്ങൾ? സ്പീഡിൽ ഓടിക്കുന്നതേ ഡേഞ്ചറാണ്. പോരാത്തതിന് ഹെൽമറ്റും വെച്ചിട്ടില്ല. അപകടങ്ങൾ ഹെൽമറ്റ് വെച്ചാലും വെച്ചില്ലെങ്കിലും സംഭവിക്കും. എന്നാലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണ്ടേ. അറ്റ്ലീസ്റ്റ് ആ ഹെൽമെറ്റെങ്കിലും വെച്ച് വണ്ടി ഓടിക്കുന്നത് നല്ലതായിരിക്കും. ഇനിത് ഈ സ്പീഡ് കഴിഞ്ഞതിന് ശേഷം രണ്ടറ്റം കൂട്ടിമുട്ടിക്കുന്ന ടീം ഇപ്പോൾ ഇവരോടൊന്നും പിന്നെ ഒന്നും പറയാനില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അവര് പോട്ടെ. ഇതുപോലെ ഇഷ്ടം പറയുന്ന വീഡിയോകൾ ഇഷ്ടമല്ലാത്തവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.